ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സന്നിഹിതരായിരിക്കുന്ന ദൈവജനമേ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. ഇപ്പോൾ ഏതാണ്ട് 9 മണിയാകുന്നു. അതുകൊണ്ട് അനുഗ്രഹമേ ഉള്ളൂ, പ്രഭാഷണമില്ല എന്ന് ആദ്യമേ അറിയിച്ചു കൊള്ളുന്നു, അല്ലെങ്കിൽ നിങ്ങളങ്ങ് പോകും. ഞാൻ ഈ പള്ളിയിൽ നേരത്തെ വന്നിട്ടുണ്ട്, സർവീസ് എടുക്കാൻ വന്നിട്ടില്ല, എങ്കിലും ഇവിടെ വന്നിട്ടുണ്ട്. അന്നും ഇന്നും തമ്മിൽ നമ്മുടെ മലയാളത്തിലൊരു പദമുണ്ട്, അജഗജാന്തരം. ആടും ആനയും പോലെയുള്ള വ്യത്യാസം ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മളെല്ലാവരോടും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എല്ലാം മഹത്തരമാക്കാം എന്നുള്ള ഒരു പാഠം കൂടിയാണ്. എനിക്ക് 2 കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ടുള്ളത്. ഒന്ന്, ഈ പള്ളിയുടെ ഉള്ള് അതിമനോഹരമായിരിക്കും. ഇതിനേക്കാൾ മെച്ചമായി ഇനി ചെയ്യാൻ പ്രയാസമാണ്. പിന്നെ കുറച്ചുകൂടി പണം ഉണ്ടെങ്കിൽ നമുക്ക് വല്ല സ്വർണം പതിപ്പിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ നൗ ഇറ്റ് ഈസ് ബെസ്റ്റ്. ഇത് പൂർണ്ണമാണ്. ഈ പള്ളിയുടെ ഉള്ളിലെ മനോഹാരിത, ദ ബ്യൂട്ടി ഇൻസൈഡ് ഓഫ് ദിസ് പാച്ച്, ഇത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൻ്റെ ബ്യൂട്ടി ആയിട്ട് മാറുമ്പോൾ ഇത് ദൈവരാജ്യമാകും. നമുക്ക് ഈ പള്ളിയുടെ ഉള്ള ഒരു അടയാളമാണ്. അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ള അങ്ങനെ ആകണം എന്നുള്ളതാണ്. യേശു പറഞ്ഞു, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഒന്നാമതിരിക്കുന്ന ഈ സ്നേഹിതനൊരു പഴയ സ്നേഹിതനാണ്, നല്ല മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നില്ല ഏത് ചോദ്യം, ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. ആ ഒന്നാമത് പോകാനിരിക്കുന്ന ആൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? പറയണ്ട. കണ്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്നാണ്? എന്തോ ഹൃദയത്തിൽ കുറച്ചുകൂടി ശുദ്ധി വരാനുണ്ട്. ദിസ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. എനിത്തിങ് എൽസ് ഈസ് സെക്കൻഡറി. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ സമർപ്പണം, ഈ കുടുംബ ദിനത്തിൻ്റെ സമർപ്പണം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളുടെ മനസ്സ് ദൈവികമായി ഈ പള്ളിയുടെ ഉള്ള് ഇപ്പോൾ ഏറ്റവും മനോഹരമായിരിക്കുന്നത് പോലെ മനസ്സും രൂപാന്തരപ്പെടും. രണ്ടാമത് പറയുന്നത് നിങ്ങൾ മാത്രം കേട്ടാൽ മതി, വെളിയിലോട്ട് പോകണ്ട. ഈ CP ബിജു അച്ഛൻ ഇവിടെ ഈ പള്ളിയിലെ അംഗമാണ്. അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നത് കൊട്ടാരക്കര ഡയസിസിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണ്. നല്ല അർത്ഥത്തിൽ എടുക്കാവൂ കേട്ടോ. അച്ഛൻ ഇവിടെ നിന്ന് അല്ലെങ്കിൽ അച്ഛൻ്റെ ഇടവകയിൽ ഇങ്ങനൊരു പ്രവർത്തനം കഴിഞ്ഞ് എത്ര ഉണ്ട്? 430 വീട്ടുകാർ, അത്രയും വലിപ്പം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ബ്രിജേഷൻ പറഞ്ഞതുപോലെ പേര് പറയാനുള്ള ധൈര്യം വരികയില്ല. കാരണം 4 പേരെങ്ങനെയായാലും വിട്ടുപോകും. അതോടുകൂടി ആ പള്ളിയുടെ അവസാനമാവും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വികാരി കൃത്യമായി പേരുകൾ 130 വീടുകളുള്ള കുടുംബങ്ങളുള്ള ഈ വീട്ടിൽ പേര് പറഞ്ഞപ്പോൾ പേര് പറയാത്ത ആളുകളും പേര് പറഞ്ഞവരെ ഹൃദയത്തിൽ പേറിയിരിക്കുന്നു എന്നുള്ള ധൈര്യം ഉള്ളത് കൊണ്ടാണ് ഈ പേര് പറഞ്ഞത്. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് ഭക്ഷണം കഴിയുന്നതിൻ്റെ തീരുമാനം തന്നെ പ്രശ്നം ഉണ്ടാവും. അയാൾ എന്നെ എൻ്റെ പേര് പറയാനേ, മനസ്സിലായോ? കൊടുത്തവരുടെ പേര് മാത്രമാണോ പറയുന്നത് എന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കാത്ത മാർത്തോമാ സഭയിലെ ഏക ഇടവ എന്ന് പറയുന്നത് തുവയൂർ സെന്റ് ആൻഡ്രൂസ് ആണെന്ന് ദൈവനാമത്തിൽ പറഞ്ഞു. അതൊരു വലിയ കാര്യമാണ്. ഇനി അങ്ങനെ ഒരു ചിന്ത ഇവിടെ ഒരു 4.5 ആളിൻ്റെ പേര് മനസ്സിലുണ്ടെങ്കിൽ അതിപ്പോൾ കൊന്നേക്കണം. അപ്പോൾ 100% ഇത് വലിയൊരു പ്രശ്നമാണ്. ഇത് സത്യത്തിൽ അത് നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു അപ്രീഷിയേറ്റ് ദി അതർ.
നമുക്ക് അടുത്തിരിക്കുന്ന ആളിനെ ഉൾക്കൊള്ളാൻ പലപ്പോഴും പ്രയാസമാണ്. അങ്ങനെയുള്ള ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിലാണ്. അടുത്തിരിക്കുന്ന കുട്ടികൾ പോലും ഇപ്പോൾ ഒരു പണ്ട് പറയുന്ന സതീർത്ഥ്യർ എന്നുള്ള ഒരു പദം ഉപയോഗിക്കാൻ ഒക്കുകയല്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷനാണ്. ഇതൊക്കെ ഞാൻ ഇവിടെ നിന്ന് വായി തോന്നുന്നത് പറയുകയല്ല. ഇതൊക്കെ ഞാൻ കൃത്യമായി നിരീക്ഷിച്ച് ആ ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. പാലാ ബ്രില്യൻ്റ് കോച്ചിങ് സെൻ്ററിൽ നമ്മുടെ ഒരു അച്ഛൻ്റെ മകൾ അവിടെ കോച്ചിങ്ങിന് പോയി. ഇതിപ്പോൾ അവളിപ്പോൾ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് പഠിക്കുകയാണ്, അച്ഛൻ്റെ മകൾ. അപ്പോൾ അച്ഛൻ കുറച്ച് എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം കണ്ടു പറഞ്ഞു, ഞാൻ ചോദിച്ചു പിള്ളേരുടെ പഠിത്തം, മൂത്ത മകളാണ്, അവൾ കോച്ചിങ്ങിന് പോയേക്കുക. ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ആ റൂമിൽ അച്ഛൻ്റെ മകള് പഠിക്കുന്ന റൂമിൽ 2 കുട്ടികളാണുള്ളത്. ഈ അച്ഛൻ്റെ മകളും മറ്റൊരു കുട്ടി. അവരവിടെ വന്നിട്ട് ഏതാണ്ട് 1.5 മാസമായി കോച്ചിങ് തുടങ്ങിയിട്ട്. ഈ 1.5 മാസത്തിനുള്ളിൽ അവരൊരിക്കലും പരസ്പരം സംസാരിച്ചിട്ടില്ല. നമുക്ക് കേട്ടാൽ അതിനെന്നാ കുഴപ്പമൊന്നും തോന്നും. കുഴപ്പമൊന്നല്ല, മരണമാണ് വിഷയം. കാരണം അടുത്തിരുന്ന് പഠിക്കുന്ന കുട്ടി എന്നോട് സംസാരിച്ചാൽ അത്രയും സമയം കൂടെ നഷ്ടപ്പെടും. അതെൻ്റെ നീറ്റിൻ്റെ മാർക്കിനെ ബാധിക്കും. അതുകൊണ്ട് എന്നെ തോൽപ്പിക്കാൻ ജനിച്ച എൻ്റെ ജന്മശത്രുവാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. ദിസ് ഈസ് നോട്ട് എ ജോബ്. നമ്മൾ ദൈവം വല്ലവൻ കൊള്ളാവുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അങ്ങനെയുള്ള ഒരു ലോകത്തിൽ അടുത്തിരിക്കുന്നവൻ ശത്രുവല്ല, എൻ്റെ തന്നെ അസ്തിത്വത്തിൻ്റെ അംശമാണെന്ന് കണ്ടെത്താനായിട്ട് ദൈവം ലോകത്തിലാക്കിയിരിക്കുന്ന രക്ഷയുടെ കൂടാരത്തിൻ്റെ പേരാണ് പള്ളി എന്ന് പറയുന്നത്. ദി അതർ ഈസ് നോട്ട് അനദർ, ദി അതർ ഈസ് സിംപ്ലി ദി എക്സ്റ്റൻഷൻ ഓഫ് മൈ ഓൺ ബീയിങ്. ഞാൻ തന്നെയാണ്. പേരൊന്നുകൂടെ പറഞ്ഞത്, സുജു എൻ്റെ അസ്തിത്വത്തിൻ്റെ അംശമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദർ എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ ബ്രദർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്വമാണ് എൻ്റെ സഹോദരനെ സംരക്ഷിക്കേണ്ടത്. എൻ്റെ സഹോദരൻ്റെ ഉത്തരവാദിത്വമാണ് എന്നെ സംരക്ഷിക്കേണ്ടത്. എൻ്റെ സഹോദരൻ നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ സഹോദരൻ കീഴോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ വളർച്ച എൻ്റെ വളർച്ചയാണ്, ഇല്ലേ? അതാണ് ബ്രദർ. എന്നാൽ നമ്മളൊരു ബിസിനസ്സിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ടുപേരും ഏതാണ്ട് സമാനഗതിയിലുള്ള ബിസിനസ്സിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ബ്രദർ എന്ന് പറഞ്ഞ സുനു എൻ്റെ എന്നാ പറയുക കോമ്പറ്റീറ്റർ ആവും. അപ്പോൾ അവൻ്റെ ബിസിനസ്സിനെ പൊളിക്കാത്തക്കവണ്ണം എൻ്റെ ബിസിനസ്സിനെ വളർത്തുക എന്നുള്ളതാണ് എൻ്റെ ജീവിതം. ദെൻ യു ആർ നോ മോർ മൈ ബ്രദർ, യു ആർ അനദർ. ഇവിടെ ഇരിക്കുന്ന സ്നേഹിതരെ, ഈ സന്ധിയിൽ മരണകരമായ വിഷയം ഇതാണ്. അപ്പോൾ ഇടവക എന്താണ് എന്ന് പറയുന്നത്, ഇടവകയിൽ there is no other, there is only brother. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആത്മാംശം ഇവിടെ സജീവമായി നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം. ഈ അടൂർ ഭദ്രാസനത്തിലാണ് അത് സംഭവിച്ചത്. ഈ സഭയിലെ ഏകവും പ്രഥമവുമായിട്ടുള്ള ഇടവക എന്ന് ഞാൻ പറഞ്ഞത്, ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു വിട്ടതല്ല. ആ ഭദ്രാസനത്തിൻ്റെ അംഗമാണ് ഞാൻ. ഇവിടുന്ന് മറഞ്ഞു വീണാൽ കണ്ണങ്കോട് പള്ളിയിൽ വീഴും. അവിടെയാണ് ഞാൻ മാമോദിസ മുങ്ങിയത്. അതുകൊണ്ട് ഈ മാർത്തോമാ സഭയ്ക്ക് വളരെ മാതൃകകൾ കാണിക്കുന്ന ഒരു ഇത് കണ്ണങ്കോട് സെൻ്റർ അല്ലേ? കണ്ണങ്കോട് സെൻ്ററായി ഇരിക്കട്ടെ. അതിന് നമുക്കൊരു കോമ്പറ്റീഷൻ. ഈ സഭയിൽ ഞങ്ങളെല്ലാവരും സഹോദരങ്ങളാണെന്ന് തോന്നുന്ന ഇടവകളും അതുകൂടിയ ഒരു ഭദ്രാസനമാണ് അടൂർ ഭദ്രാസനം എന്നുള്ളതിന് നിങ്ങൾ കൊട്ടാരക്കര പുനലൂർ ഡയസിസുമായിട്ടൊരു കോമ്പറ്റീഷന് പറഞ്ഞു. ഒരു സ്നേഹ പ്രതികാരത്തിൻ്റെ ഒരു കോമ്പറ്റീഷൻ. അങ്ങനെ നിങ്ങൾ ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ഒരു മത്സരത്തിൽ ഏർപ്പെടും. ഞങ്ങൾ കുറച്ചുകൂടി നന്നാകാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ മാർത്തോമാ സഭയെ നന്നാക്കാനുള്ള നന്നായവരുടെ കൂട്ടായ്മയാണ് ഈ ഡയസിസ്. അതിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ ഇടവക. ഇവിടെ ഈ അച്ഛൻ സൂചിപ്പിച്ചതിലൂടെ ഞാൻ മാതൃകയായി കാണുന്നു. അതിൽ നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. പിന്നെ എനിക്ക് സന്തോഷകരമായി തോന്നുന്ന കാര്യം, ഈ ഏബ്രാം ഉമ്മനച്ഛൻ്റെ സമയത്താണ് ഇത് പണിഞ്ഞത്. ഇതൊക്കെ പറഞ്ഞു 2 പദങ്ങൾ ഇവിടെ ഉപയോഗിച്ചത് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അതിലൊന്നാമത് പറഞ്ഞു, അദ്ദേഹം ഒരു അച്ഛനായി വന്നു, പിന്നീട് ഒരു കൂലിപ്പണിക്കാരനായി തീർന്നു എന്ന് ഇവിടെ പറഞ്ഞതാണ്.
അച്ഛനായി വന്ന് ഇവിടെ ശുശ്രൂഷ ചെയ്യാൻ വന്ന ആള് അത് ഉപേക്ഷിച്ച് കൂലിപ്പണിക്കാരനാക്കി തീർത്തു എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം കൂലിപ്പണി ചെയ്യുന്നവർക്കും അച്ഛനാകാം, അച്ഛൻ കൂലിപ്പണി ചെയ്യാം. അപ്പോൾ അവിടെ നിന്ന് 2 സ്ത്രീകൾ എന്നെ നോക്കുന്നു, മെത്രാൻ ഒക്കുമോ? മെത്രാനും ഒക്കും കൂലിപ്പണി. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരും നിൽക്കുന്ന മെത്രാനും ഒക്കെ ഇനിയും എന്നാ പറയുന്നത്, ഈ കൂലിപ്പണിക്കാരനായില്ലെങ്കിലും കൂലി കിട്ടുന്ന ചെറിയ പണിയേലും ചെയ്ത് അവർ നല്ല എനർജറ്റിക്കായിട്ട് ഇരിക്കണം. രണ്ടാമത് പറഞ്ഞ് ഞാനങ്ങ് മറന്നുപോയി. എൻ്റെ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് ഒരു വാക്ക് പറഞ്ഞായിരുന്നു, അത് മറന്നുപോയി. ആ മറവി എനിക്ക് തന്ന ദൈവത്തിന് ഞാൻ നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എനിക്കിവിടെ വന്ന് ചേരുന്നതിനും ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഏതായാലും അതിമനോഹരമായി സുന്ദരമായി ഈ ഇടവക രൂപപ്പെടുത്തിയെടുത്ത വികാരിയച്ഛനും സഹപ്രവർത്തകർക്കും ഇടവകാംഗങ്ങളെ അഭിനന്ദിക്കുന്നു. ഗായക സംഘത്തിൻ്റെ പാട്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് സത്യത്തിൽ ഇന്ന് ആരാധന നടത്തിയത്. കാരണം ഇവരുടെ ഈ ശബ്ദത്തിൻ്റെ മാധുര്യവും ആ ഗാംഭീര്യവും കൊണ്ട് എനിക്ക് വാ തുറക്കാൻ ഒക്കാതെ വരികയും ഞാൻ അവരെ നിർത്തി ഒരു മിനിറ്റ് കഴിഞ്ഞാണ് പിന്നെ എൻ്റെ ഓരോന്ന് തുടങ്ങാൻ. അങ്ങനെ ഏത് ബിഷപ്പിനെ പോലും സ്തബ്ധരാക്കത്തക്കവണ്ണം പാടുന്ന ഗായക സംഘത്തെയും അഭിനന്ദിക്കുന്നു. ഇവിടെ മിക്കവാറും സംസാരിച്ചാൽ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളുമായിട്ടും ഒരുപക്ഷെ എനിക്കും എൻ്റെ സഹോദരങ്ങൾക്കുമൊക്കെ ബന്ധമുള്ളവരാണ്. ആ സന്തോഷത്തിൽ പങ്കെടുക്കാനായിട്ട് ഇടയായതിലുള്ള സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേരുന്നു. നവതി വരികയാണ്, സൂചിപ്പിച്ചല്ലോ. ഒരുപാട് പദ്ധതികൾ നോക്കാം. ഇപ്പോൾ നമ്മൾ കുറച്ച് ഫോക്കസ് ചെയ്തത് ഇൻസൈഡ് ദി ചർച്ചാണ്. ഇൻസൈഡ് ദ ചർച്ച്, ദി ചർച്ച് ഔട്ട്സൈഡ് ദി ചർച്ച്. ഇതിന് വെളിയിൽ പള്ളിയുണ്ട്. അതാണ് നമ്മുടെ മെത്രാപ്പോലത്തെ ഇപ്പോൾ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആവശ്യത്തിലിരിക്കുന്നവർ, വേദനയിലിരിക്കുന്നവർ, രോഗത്തിലിരിക്കുന്നവർ, നമ്മുടെ ചെറിയ ചെറിയ സഹായങ്ങൾ ആവശ്യമായ ഒരുപാട് ആളുകൾ ചർച്ച് ഔട്ട്സൈഡ് ദി ചർച്ച് അത് കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് നമുക്ക് പ്രവർത്തിക്കുന്നതിനിടയാകട്ടെ. ദൈവം നമ്മെയും ഈ ദേശത്തെയും തിരുസഭയും ലോകത്തെയും അനുഗ്രഹിക്കട്ടെ.